വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 451. കായികാഭ്യാസം ഒരിക്കലും വിസ്മരിക്കാനാവാത്ത വിജയമന്ത്രം. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ് പ്രവർത്തിക്കുക. ആരോഗ്യമുള്ള മനസ്സിൽ നിന്നാണ് ക്രിയാത്മക ചിന്തകളും സർഗാത്മക പ്രവർത്തനങ്ങളും ഉണ്ടാവുക. ക്രിയാത്മക ചിന്തകളും സർഗാത്മക പ്രവർത്തനങ്ങളും സമന്വയിക്കുമ്പോഴാണ് വിജയപരിസരമൊരുങ്ങുക. അതുകൊണ്ടുതന്നെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ആധുനിക ലോകത്തിന്റെ തിരക്കുകളും വ്യക്തികളുടെ തെറ്റായ മുൻഗണനാക്രമങ്ങളും സൃഷ്ടിക്കുന്ന അതിസങ്കീർണമായ ആരോഗ്യ പ്രതിസന്ധികൾ വ്യക്തികൾക്കും സമൂഹത്തിനും സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ നിസ്സാരമല്ല. ജീവിതശൈലി രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളാലുള്ള കാര്യക്ഷമമല്ലാത്ത നിർവഹണങ്ങളുമൊക്കെ വൈവിധ്യമാർന്ന പ്രയാസങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഏത് സാഹചര്യത്തിലും ആരോഗ്യത്തിന് മുൻഗണന നൽകുകയും കൃത്യവും കണിശവുമായ തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് വിജയം ആസ്വദിക്കാനാവുക. ഈ പശ്ചാത്തലത്തിലാണ് കായികാഭ്യാസം ഒരിക്കലും വിസ്മരിക്കാനാവാത്ത വിജയമന്ത്രമെന്ന കാര്യം ഇവിടെ ഊന്നി പറയുന്നത്. ആരോഗ്യമുള്ള ശരീരമാണ് ആരോഗ്യമുള്ള മനസ്സിന്റെ ആധാരമെന്ന തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ആദ്യം വേണ്ടത്. കാരണം ശരീരം ക്ഷീണിച്ചാൽ മനസ്സ് പോലും പതറുന്നു. ശരീരം ശക്തമായാൽ മനസ്സ് സ്വാഭാവികമായി ശക്തമാകും. ശരീരാവസ്ഥയും ചിന്താശക്തിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. ശരീരം ആരോഗ്യകരമായിരിക്കുമ്പോൾ തലച്ചോറിലേക്ക് ആവശ്യമായ ഓക്സിജൻ എത്തുന്നു. രക്തചംക്രമണം സുഗമമാകുന്നു. ഓർമ്മശക്തിയും ശ്രദ്ധയും വർദ്ധിക്കുന്നു. അതിനാലാണ് സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവരുടെ ചിന്തകൾ വ്യക്തവും തീരുമാനങ്ങൾ ഉറപ്പുള്ളതുമാകുന്നത്. വ്യായാമം മനസ്സിന്റെ സ്വാഭാവികമായ ഔഷധമാണ്. സമ്മർദ്ദം കുറയ്ക്കാനും ഉത്കണ്ഠയും വിഷാദവും ഒരു പരിധിവരെ അകറ്റാനും സന്തോഷ ഹോർമോണുകൾ സജീവമാക്കാനുമൊക്കെ സ്ഥിര വ്യായാമങ്ങൾക്ക് സാധിക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മനസ്സിന് സമാധാനം നൽകുന്ന ഏറ്റവും ലളിതമായ ചികിത്സയാണ് കായികാഭ്യാസം. അമിതവണ്ണം, പ്രമേഹം, രക്തസമ്മർദ്ദം പോലുള്ള ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിനെ ബാധിക്കുന്നവയാണ്. ക്ഷീണം, അശാന്തി, നിരാശ, ആത്മവിശ്വാസക്കുറവ് തുടങ്ങിയവയെല്ലാം ആരോഗ്യമില്ലാത്ത ശരീരത്തിന്റെ പ്രതിഫലനങ്ങളാണ്. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നതിലൂടെ സമയം പാലിക്കാൻ പഠിക്കുകയും സ്വയം നിയന്ത്രിക്കാൻ ശീലിക്കുകയും ചെയ്യുന്നതിലൂടെ ലക്ഷ്യങ്ങൾ പിന്തുടരാനും വിജയത്തിലേക്ക് കുതിക്കുവാനും സാധിക്കും. കുട്ടികളുടെയും യുവാക്കളുടെയും കാര്യത്തിൽ ഈ വാക്കിന് ഇരട്ടി പ്രാധാന്യമുണ്ട്. കാരണം ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിൽ പഠനശേഷി വർദ്ധിക്കും, ഏകാഗ്രത മെച്ചപ്പെടും, ആത്മവിശ്വാസം വളരും. മനസ്സ് സ്വതന്ത്രമായി പറക്കണമെങ്കിൽ ശരീരം ശക്തമായ ചിറകാകണം. മനസ്സിന്റെ ആരോഗ്യം ശക്തമായി നിലനിൽക്കുന്നത് ശരീരത്തിന്റെ ആരോഗ്യത്തിലൂടെ മാത്രമാണ്. വാസ്തവത്തിൽ വിജയം ഒരു ജീവിതശൈലിയാണ്. ആ ജീവിതശൈലിയെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് കായികാഭ്യാസം. കായികാഭ്യാസത്തിന്റെ പ്രയോജനം കളിസ്ഥലത്ത് മാത്രം ഒതുങ്ങുന്നില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും അത് പടരുന്നു. പരാജയത്തെ സ്വീകരിക്കാനുള്ള മനസ്സുറപ്പ് സമ്മാനിക്കുന്നു. കായികരംഗത്ത് വിജയത്തോടൊപ്പം പരാജയവും സ്വാഭാവികമാണ്. തോൽവി മനുഷ്യനെ തകർക്കേണ്ടതല്ല, അത് പഠിപ്പിക്കേണ്ട പാഠമാണ്. അടുത്ത വിജയത്തിനുള്ള പരിശീലനമാണ്. തോൽവിയിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ശ്രമിക്കുക എന്നതാണ് കായികാഭ്യാസം പഠിപ്പിക്കുന്നത്. ഇതാണ് ജീവിത വിജയത്തിന്റെ യഥാർത്ഥ മന്ത്രം. ടീം വർക്ക്, സഹകരണം, സാമൂഹിക ബോധം എന്നിവയും കായികാഭ്യാസം മനുഷ്യനെ പഠിപ്പിക്കുന്ന അമൂല്യ അധ്യാപനങ്ങളാണ്. മറ്റുള്ളവരോടൊപ്പം പ്രവർത്തിക്കാൻ, വ്യത്യസ്തതകളെ സ്വീകരിക്കാൻ, പരസ്പരം വിശ്വസിക്കാൻ, കൂട്ടായ്മയുടെ ശക്തി തിരിച്ചറിയാൻ തുടങ്ങി കായികാഭ്യാസം നൽകുന്ന പരിശീലനമാണ് വ്യക്തിയെ മികച്ച മനുഷ്യനാക്കി മാറ്റുന്നത്. ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടുന്ന നിക്ഷേപമാണ് കായികാഭ്യാസം. കായികാഭ്യാസത്തിൽ നിക്ഷേപിക്കുന്ന സമയം ഒരിക്കലും നഷ്ടമാകുന്നില്ല. അത് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സായി, സന്തോഷമായി, വിജയമായി മടങ്ങിവരുന്നു. കായികാഭ്യാസം ഒരു തിരഞ്ഞെടുപ്പല്ല, ഏവർക്കും അത്യാവശ്യമായ ഒരു ജീവിതശൈലിയാണ്. അത് കുട്ടിക്കാലത്ത് ആരംഭിച്ചാലും യൗവനത്തിൽ തുടർന്നാലും വാർദ്ധക്യത്തിൽ പോലും സ്വീകരിച്ചാലും വിജയത്തിന്റെ വഴിയിലേക്കുള്ള തുറന്ന വാതിലാണ്. വിജയം തേടി നാം പല വഴികളിലൂടെ നടക്കുന്നു. പുസ്തകങ്ങൾ വായിക്കുന്നു, ഉപദേശങ്ങൾ കേൾക്കുന്നു, സ്വപ്നങ്ങൾ നെയ്യുന്നു. എന്നാൽ പലരും മറക്കുന്ന ലളിതമായ സത്യം ആരോഗ്യമില്ലെങ്കിൽ ഒരു വിജയവും പൂർണ്ണമാകില്ല എന്നതാണ്. ഖത്തർ കായിക ദിനമാണ് ഈ ചിന്തകളൊക്കെ ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. ലോക കായിക ഭൂപടത്തിൽ ശ്രദ്ധേയ സാന്നിധ്യമടയാളപ്പെടുത്തിയ ഖത്തറിന്റെ മാതൃകാപരമായ നടപടിയാണ് ദേശീയ കായിക ദിനം. 2012 മുതൽ ഫെബ്രുവരി മാസത്തിലെ 2ാമത് ചൊവ്വാഴ്ചയാണ് വർഷം തോറും പൊതു അവധി പ്രഖ്യാപിച്ച് ഖത്തർ കായിക ദിനം ആഘോഷിക്കുന്നത്. കായിക പ്രവർത്തനങ്ങൾക്കായി മാത്രം ഒരു ദേശീയ അവധി ദിവസം പ്രഖ്യാപിച്ച ലോകത്തിലെ ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ഖത്തർ.
വേഗത്തിൽ വികസിക്കുന്ന ജീവിതശൈലി മനുഷ്യനെ ശാരീരിക നിശ്ചലതയിലേക്കും വ്യായാമക്കുറവിലേക്കും നിരവധി ശാരീരികവും മാനസികവുമായ രോഗങ്ങളിലേക്കും നയിക്കുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ കായിക ദിനമെന്ന ആശയം ഉരുത്തിരിഞ്ഞത്. നടക്കൽ, സൈക്ലിംഗ്, കുടുംബ വ്യായാമങ്ങൾ, പരമ്പരാഗത കളികൾ തുടങ്ങി വൈവിധ്യമാർന്ന ഇനങ്ങളിൽ കുട്ടികൾ, മുതിർന്നവർ, സ്ത്രീകൾ, പുരുഷന്മാർ എന്നിങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും പങ്കാളികളാകാവുന്ന രീതിയിലാണ് ഈ ദിനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കായികം എല്ലാവർക്കുമാണ് എന്ന ആശയമാണ് ഖത്തർ കായിക ദിനം അടിവരയിടുന്നത്. ആരോഗ്യമുള്ള പൗരന്മാരാണ് ശക്തമായ രാഷ്ട്രം പുനർനിർമ്മിക്കുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 0097455526275 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.